നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അങ്ങനെ UDF സർക്കാർ അധികാരത്തിൽ ഏറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അത് അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. ആദ്യ വാർത്താ സമ്മേളനത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നമ്മൾ ഉറ്റുനോക്കുകയായിരുന്നു. ആദ്യ മന്ത്രിസഭയുടെ എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉള്ളത് എന്നത് കൈ നിറയെ വാരിക്കോരി മലയാളികൾക്ക് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാർ എവിടെയൊക്കെ പരാജയപ്പെട്ടോ, ഏതൊക്കെ വിഷയത്തിൽ പരാജയപ്പെട്ടോ അവിടെ നിന്ന് തന്നെ തുടങ്ങിയിരിക്കുകയാണ് UDF സർക്കാർ. പ്രത്യേകിച്ച് ആശമാരുടെ സമരം. നമുക്കറിയാം, സെക്രട്ടേറിയറ്റ് പടിക്കൽ വീണ ആശമാരുടെ കണ്ണീർ. എത്രമാത്രം ആശമാരാണ് വന്ന് സമരം ചെയ്തത്, അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ ആ സർക്കാർ അത് അവഗണിച്ചു, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല. വലിയൊരു സമരമുറയായിരുന്നു ആശമാരുടെ ഭാഗത്തു നിന്ന് തുടരെ ഉണ്ടായത്. മുടി മുറിച്ചും മുട്ടുമേൽ നടന്നും നിരാഹാരം കിടന്നുമൊക്കെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ പോരാടി. പക്ഷെ വേണ്ട രീതിയിൽ ഒരു പരിഗണന കിട്ടിയില്ല. എന്തായാലും പിണറായി സർക്കാർ തോറ്റ ഒരു വിഷയമാണ് ഈ ഒരു ആശമാരുടെ സമരം, അല്ലെങ്കിൽ ആശമാരുടെ കാര്യത്തിൽ. അവിടെ നിന്ന് VD സതീശൻ തുടങ്ങിയിരിക്കുകയാണ്. ആശമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായതെന്ന് നോക്കാം. പ്രത്യേകിച്ച് ഏവരും സ്ത്രീകൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒന്നാണ് ഈ സൗജന്യ ബസ് യാത്ര. അതുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനവും ഉണ്ടായിരിക്കുകയാണ്. 5-ൽ 2 ഗ്യാരണ്ടി നടപ്പാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പാണെന്ന് പ്രഖ്യാപിച്ചത്. ജൂൺ 15 മുതൽ നമ്മൾ കാത്തിരുന്ന, അതായത് സ്ത്രീകൾ കാത്തിരുന്ന ദിവസമാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രാബല്യത്തിൽ വരുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിച്ചെന്നും തന്റെ അറിവിൽ രാജ്യത്ത് ആദ്യമായി കേരളത്തിലാണ് വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആശാ വർക്കർമാർക്ക് നൽകിയ വാക്കു പാലിക്കും. ആശമാരുടെ ഓണറേറിയം കൂട്ടാൻ തീരുമാനിച്ചു. 3000 രൂപയുടെ വർധനവായിരിക്കും ഉണ്ടാവുകയെന്നും VD സതീശൻ പറഞ്ഞു. UDFന്റെ 2 ഗ്യാരണ്ടികൾ ഉടനെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ജൂൺ 15 മുതൽ ഈ ഒരു KSRTCയിലെ സൗജന്യ യാത്ര. വയോജന വകുപ്പ് രാജ്യത്ത് ആദ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി സമൂഹം ആകണമെങ്കിൽ മുതിർന്നവരെ സംരക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയോജന വകുപ്പിന് പിന്നിൽ സ്വപ്നതുല്യമായ ലക്ഷ്യമുണ്ടെന്നും VD സതീശൻ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആദ്യ വാർത്താ സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. അങ്കണവാടി വർക്കർമാർക്ക് 1000 രൂപ കൂട്ടി. പാചക തൊഴിലാളികൾക്കും 1000 രൂപ വർദ്ധിപ്പിച്ചു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കൂടുതൽ സഹായം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിർണായകമായ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി, പ്രോം ടൈം സ്പീക്കറായിട്ട് G സുധാകരനായിരിക്കും. 22 മുതൽ നിയമസഭാ സമ്മേളനം തുടങ്ങും. 29-നായിരിക്കും നയപ്രഖ്യാപനം. T അസഫ് അലിയെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായി നിയമിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ മർദ്ദനം SIT അന്വേഷിക്കുകയാണെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. എന്തായാലും ആശമാരുടെ കാര്യത്തിൽ വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് UDF സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 9000 രൂപയാണ് ആശാ വർക്കർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് 12000 രൂപയാകും. കൂടാതെ വിരമിക്കൽ ബെനിഫിറ്റിൽ മാറ്റം വരുത്തും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് അനുസരിച്ച് ഇത് വീണ്ടും വർദ്ധിപ്പിക്കുമെന്നും VD സതീശൻ വ്യക്തമാക്കി. അംഗൻവാടി ജീവനക്കാർക്ക് നിറയെ പ്രശ്നങ്ങളുണ്ട്. അംഗൻവാടി ഹെൽപ്പർ, ടീച്ചർ എന്നിവർക്ക് 1000 രൂപ വലിയ തുക അല്ല എന്നറിയാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ അത് വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ നിർണായകമായ പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ആലപ്പുഴയിൽ വെച്ച് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു. സ്പെഷ്യൽ ടീം പുനരന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ വെച്ച് കറുത്ത കൊടി കാണിച്ച പ്രവർത്തകരെ ഗൺമാൻമാരായ അനിൽകുമാറും സന്ദീപസും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. 2023 ഡിസംബറിലാണ് സംഭവം ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്നാണ് ഗൺമാൻമാർ പ്രതിഷേധക്കാരെ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക മാത്രമാണ് ഗൺമാൻമാർ ചെയ്തതെന്നും അതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുമായിരുന്നു മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് നൽകിയ വിശദീകരണം. ഈ ഗൺമാൻമാരുടെ നടപടിയെ പിണറായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇതിൽ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. പോലീസ് നടപടിയെടുക്കാതിരുന്നതിനെ തുടർന്ന് മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോടതിയെ സമീപിക്കുകയും തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരം ഗൺമാൻമാർക്കെതിരെ പോലീസ് കേസെടുക്കുകയുമായിരുന്നു. എന്തായാലും നിർണായകമായ തീരുമാനങ്ങളാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ ആകാംക്ഷ തന്നെയാണുള്ളത്. അതേസമയം ഇന്നാണ് UDF സർക്കാർ അധികാരമേറ്റത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിലായിരുന്നു നടന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.
ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ഉന്നതിയും നിർവഹിക്കുന്നതും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതുമായ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. നിർവ്യാജമായ വിശ്വസ്തയും പോവും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിലുള്ള ജനതയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ പ്രഖ്യാപിതമാക്കുകയും എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കഴിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.